ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത്. മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല, സെക്കൻഡ് ലാംഗ്വേജും അല്ല, തേർഡ് ലാംഗ്വേജാണ്. ആ ഒരു മലയാളം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും വെച്ചിട്ടാണ് ഞാനിത് മാക്സിമം ഞാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensi. Hi. Okay, thank you very much. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട 2-3 കാര്യമുണ്ട്. നമ്പർ 1, ഇത് യൂട്യൂബിൽ പോവും. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? Yes, Sensi. ഓക്കെ. നമ്പർ 2, ഞാനൊരു മതപണ്ഡിതനോ അല്ലെങ്കിൽ ഒരു സ്കോളറോ അല്ലെങ്കിൽ ഒരു അഡ്വൈസറോ അല്ല. ഓക്കെ. അപ്പോൾ ഡോണ്ട് എക്സ്പെക്ട് എനി അഡ്വൈസ് ഫ്രം മീ. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? Yes, Sensi. വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാൻ പോണ്. ഞാൻ ക്വസ്റ്റ്യനിൽ കൂടെ നിങ്ങളെ ചാലഞ്ച് ചെയ്തത് നിങ്ങൾക്ക് എത്രയോ ക്ലാരിറ്റിയും പൊട്ടൻഷ്യലും നിങ്ങളുടെ ഉള്ളിലുണ്ടോ ആ പൊട്ടൻഷ്യൽ പുറത്തെടുക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോബ്. അതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഈസ് ദാറ്റ് ഓക്കെ? Understood, Sensi. Yes. ഓക്കെ. സോ ഈ ഒരു 15 മിനിറ്റിൻ്റെ ടോക്ക് ഒരു കൺവെർസേഷൻ, ഒരു ഫ്രണ്ടിനോടുള്ള ഒരു സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ മതി. ഈ ഒരു 15 മിനിറ്റ് കൺവെർസേഷനിൽ എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ഇസ് ദറ്റ് ഒബ്ജക്റ്റീവ് ദറ്റ് യു വുഡ് ലവ് ടു അച്ചീവ് ബൈ ദ എൻഡ് ഓഫ് ദിസ് കൺവെർസേഷൻ? വളരെ ഒരു സിമ്പിളായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ വാട്ട് വുഡ് ദാറ്റ് ബി? It's a clarity on my career as well as my future purpose. My life purpose into clarity. Future purpose, okay. Right, very good. The first question is, why do you want clarity about your future purpose and your career? Because why? the potential, എന്നിലുള്ള പൊട്ടൻഷ്യലും എനർജിയും is like being wasted in so many other ways എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Like I'm not able to reach that point wherein I'm doing what I want to do or which I'm assigned to do എന്നൊരു ഫീലിംഗ് എന്നിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ് നൗ 0 to 10 where are you right now when it comes to your career? Maybe 4. 4, okay. And when it comes to your career and life purpose, where are you right now? Same, 4. Nowhere within the meaning of it. Okay. നിങ്ങൾക്ക് ശരിക്കുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരിയർ ഇപ്പം ഒന്നും പറയണ്ട, ഇഷ്ടപ്പെട്ട കരിയർ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വുഡ് ബി ദ നമ്പർ? 10. എപ്പോഴെങ്കിലും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ അതിന് വേണ്ടി? 10 നേടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ഡൺ എനിത്തിങ് ടു ബി വാട്ട് യു വാണ്ട് ടു ബി? ഓക്കെ. Yes. Give me one job or one career. It could be anything. Okay, I'm not going to give you any clue. ഒരു ക്ലൂ തരുന്നില്ല ഞാൻ. എവിടെയാണ് നിങ്ങൾക്ക് ഈ 10ൽ 10 നേടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ജീവിതത്തിൽ? ഇതാണ് എനിക്ക് ചെയ്യേണ്ടത് എങ്കിൽ എനിക്ക് 10ൽ 10 കിട്ടും. എന്താണ് അതിൻ്റെ 3 കാര്യങ്ങൾ പറയാം. ജോബ് കറക്റ്റായിട്ട് പറയണ്ട, ജോബോ കരിയറോ ഒന്നും പറയണ്ട. ഇന്നത് ഈ ഒരു 3 കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും, ജീവിതത്തിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ വളരെ തൃപ്തിയായിരിക്കുന്നു. യു ഗോട്ട് മീ? വിത്തൗട്ട് ടെല്ലിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. കാരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചിലർ വന്നാൽ പറയും എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസ ഉണ്ടാക്കുന്ന ഒരു പർപ്പസേ അല്ല, അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു വ്യക്തി പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ പറയും ബിസിനസ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, അപ്പോഴും പൈസ കിട്ടുന്നത്. മറ്റാൾ പറയും എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടാണ് പൈസ ഉണ്ടാക്കാം. മറ്റാൾ പറയും ഞാൻ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം. അപ്പോൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട് അവിടെ. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദ പേർപ്പസ്, ദാറ്റ്സ് നോട്ട് ദ ആക്ച്വൽ പേർപ്പസ്. ബട്ട് അങ്ങോട്ട് എത്താൻ ഒരുപാട് റൗട്ട്സ് ഉണ്ട്.
ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ, അപ്പോൾ ഞാൻ നിങ്ങളോട്, നിങ്ങൾ ആരെല്ലാം വേണ്ടില്ല, നിങ്ങൾ പേര് പറയരുത്, സ്ഥലം പറയരുത്, നിങ്ങൾ പറയേണ്ടത് വാട്ട് ഇസ് ദ 3 things that if I do I would feel more fulfilled എന്നുള്ള ഒരു ഇത്. What is the 3 things? ഓക്കെ. ഒന്ന്, ഞാൻ കാരണം മറ്റുള്ളവരെ സന്തോഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്നിനാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, Okay. സോർട്ടിങ് ഔട്ട് വാട്ട് ദെയർ ലൈഫ് ഇസ് എന്ന രീതിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. Okay. Okay. രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മറ്റൊരാളും അല്ലെങ്കിൽ വേറൊരാളുടെ വേദനയും കൂടി ഓൾവേസ് അബൌട്ട് മീ. ഞാൻ വേറൊരാൾ എൻ്റെ അടുത്തൊന്ന് പ്രശ്നം പറയുന്ന സമയത്ത് അതൊരിക്കലും അയാളുടെ ലൈക്ക് ടു ഹെൽപ്പ് വിത്ത് ഹിം ഓർ ഹെർ എന്ന രീതിക്കല്ല ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നത്. അത് എന്റെയും കൂടി ഒരു പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കാറുണ്ട്. സോ ആ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടും അല്ലെങ്കിൽ ഒരു ഗുഡ് ഫ്രണ്ട് എന്ന രീതിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ആ ഒരു ഫീലിംഗ്, ദാറ്റ്സ് വാട്ട് ഇമ്പോർട്ടന്റ് ഫോർ മീ. Okay. Number 3. And the third one would be it elevates me as a person. അങ്ങനെ ഒരു പ്രവൃത്തിയിലൂടി അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ബട്ട് അതിന്റെ ഒരു ഗുഡ്നെസ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്കം ഇസ് വാട്ട് എന്നെ ഒരു ബെറ്റർ വേർഷൻ ഓഫ് ദ പേഴ്സൺ ഐ ആം ആക്കുന്നു എന്നുള്ളത്. Oh, beautiful, beautiful. Right. അപ്പം ഇതിനെ പറ്റിയത് number 1 is helping others, okay, to bring clarity in their purpose in life and so forth. That's number 1. Number 2, to show empathy and to treat them as a friendly feeling ഉണ്ടാവാൻ വേണ്ടി. Number 3 is elevate, which would automatically elevate you as well. Is that right? ഞാൻ പറഞ്ഞത് ശരിയാണോ? Is it matching what you said and what I said? Yes. Okay, great. Okay, give me 3 career, 3 professional, whatever it is, that can meet with these things. ഈ നിങ്ങൾ പറഞ്ഞ 3 purpose ഉണ്ടല്ലോ, ഇതാണ് നിങ്ങളുടെ purpose. You got me? What you have mentioned right now is your life purpose. Okay? ഈ ലൈഫ് പേർപ്പസിനോട് കണക്ട് ചെയ്തിട്ടുള്ള കരിയർ, ഏതൊക്കെ കരിയർ ഉണ്ടാവാം? ഒരു 3 കരിയർ, ഡിഫറെന്റ് കരിയേഴ്സ് പറയാം. One, what I know is about life coaching. And then second one which I know is about counseling psychologist അല്ലെങ്കിൽ psychologist എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. And the third one is not anything particular related to coaching or അല്ലെങ്കിൽ educational wise അല്ല, പക്ഷെ what people now call that influencer speaker അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു personality development motivational side of it. Okay. Speaker, motivation. Okay. The first one you said life coaching, അല്ലേ? Coach. Okay, life coach. Second, counselor. Am I right? And counselor, is that correct? Counselor, you said counselor. Yeah, counseling psychologist. Yeah. Counseling psychologist, okay. And the third one is influencer, motivational speaker, and so forth. The people who can inspire and influence other people. Is that correct? Okay. Yes, yes. ഇതിൽ 3 ഏതായിട്ടും ടോപ്പിൽ നിൽക്കുന്നത്? Which Among I'm the not 3. able to decide. Let's decide it now. Do you have the confidence that you can do it today? When you're speaking to me, do you feel that ഇന്നായിട്ട് സംസാരിക്കുമ്പോൾ ഇതിലൊരു 3 ഒന്ന് നമുക്കൊരു നെയിൽ ഡൗൺ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഒന്നാണ് ഈ ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്നത്. Okay. പക്ഷേ So അത് കുറച്ചും കൂടെ ഈസി ട്രാക്ക് ആണല്ലേ? ഈസി ട്രാക്ക് ആണ് സെൻസി. പക്ഷെ ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് ദറ്റ് മെയിൻ സ്ട്രീം കൈൻഡ് ഓഫ് എ പേഴ്സൺ. യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പെട്ടെന്ന് ഒരു ഓൾ ഓഫ് എ സഡൻ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ പീപ്പിൾ വിൽ ഡൗട്ട് ഇറ്റ്സ് ഇന്റഗ്രിറ്റി വെൻ യു സ്റ്റാർട്ട് ഓൺ ദാറ്റ്. എനിക്ക് 2009 തുടങ്ങിയത് യൂട്യൂബിൽ. 2009 തുടങ്ങി ഇന്നലെയാണ് ആദ്യത്തെ മില്യൺ അടിക്കുന്നത്. മനസ്സിലായില്ല, ഇത്രയും കുറെ കാലം വെച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ അറിയും കൂടെ യൂട്യൂബിൽ ആരും അറിയാൻ പോലും ഉണ്ടായിരുന്നില്ല. ഇന്നലെ മിഞ്ഞാന്നെന്തോ 1.5 മില്യൺ ഫസ്റ്റിൽ വരുന്നത്. ആൻഡ് ഐ എം നോട്ട് എ യൂട്യൂബർ. ഐ വിൽ ടെൽ യു, താങ്ക് യു, ബട്ട് ഐ എം നോട്ട് എ യൂട്യൂബർ. ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ഇല്ല യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടൊന്നും പറയില്ല. ദാറ്റ്സ് ജസ്റ്റ് സംതിങ് വിച്ച് ഇസ് ഹാപ്പനിങ് ഓൺ യുവർ സൈഡ് which will go on its own way. Okay, so yeah, ningal parnayalla, if you are just focusing on YouTube, integrity would definitely be questioned. Yeah. Number 2 was the second thing, counseling psychologist, or the second then comes a life coach? Which one? So where do you feel ഈ 3 എവിടെ നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ ഇഫ് ഐ ആം ദിസ് വൺ, അവിടെ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്, അവിടെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, അതേപോലെ ഇറ്റ്സ് ഓൾസോ മീറ്റിംഗ് സംതിങ് ദാറ്റ് യു വാണ്ട്, ദാറ്റ് ഇറ്റ്സ് ഹെൽപ്പിംഗ് അതർ പീപ്പിൾ, ആ ഒരു ഫ്രണ്ട്ലി മാനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എലിവേറ്റിംഗ് യു ആസ് വെൽ. ഈ 3 ഏറ്റവും ടോപ്പ് എവിടെയാണ് among the 3? എനിക്കറിയാം നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണ് within the 3, but tell me which one gives you more. Let's break it down. കുറച്ചും കൂടി ഈസി ആക്കി തരാം. I'll make it easy. Let's look at the first one, life coach. 0 to 10. 0 to 10. Maybe Where 9. are you now? Where are you now? Right
Now, Right now, right now. nowhere. 0, 1. Zero. Okay, one. മറ്റത് counseling psychologist. Same sense. Like educational wise, എനിക്ക് ഈ മൂന്നിലും background ഇല്ല, to be Okay, honest. okay. And It's an inner passion in me, which is like driving me towards it. okay. And the third one is also one? Third one, I can say maybe around 5 because like before I started with of my MBA degree ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ content creation ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ again when I got into my studies, I was not able to focus on it. അപ്പോൾ ഞാൻ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇതേപോലെയായിരുന്നു. അതായത് I used to create videos based on എൻ്റെ ലൈഫിലെ ഞാൻ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ. Like for example, I went to a particular situation, I would make a video about it so that nobody would go through the same mistakes that I have made. സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഐ ഗോട്ട് കോമന്റ്സ്, ഐ ഗോട്ട് മെസ്സേജസ് ലൈക്ക് ഈവൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെന്ന് പോലും അതായത് ആ വീഡിയോ കണ്ടിട്ട് ലൈക്ക് എനിക്കത് റെസൊനേറ്റ് ചെയ്യാൻ പറ്റി, ബേസ്ഡ് ഓൺ ദാറ്റ് ഐ ഹാവ് ടേക്കൻ ആക്ഷൻ. അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത പോലും ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് when they are telling that it has helped them. So ആ kind of feeling is what like made me like our feeling is good. So that is somewhere I could say 5. Okay. But you said that is not what you want. Am I right? You said that you don't want Without to be... any അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് എനിക്ക് അത് ജസ്റ്റ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ തുടങ്ങാനും താല്പര്യമില്ല സെൻസി. ദാറ്റ് ഇസ് വൈ ഇറ്റ് ടുക്ക് മീ ഓൾ ദിസ് വൈൽ ടു ഫിഗർ ഔട്ട് ഓർ നോട്ട് ടു ബ്രിങ് എനി ക്ലാരിറ്റി. Okay. And number one in life coach lo adilum oru experience illa? എക്സ്പീരിയൻസ് ഇല്ല. ആസ് ഞാനിപ്പോ ഈ ഒരു പ്രീവിയസ് ഐ തിങ്ക് 1 year ആയിട്ട് ഓരോ കോച്ചിങ് പ്ലാറ്റ്ഫോംസും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അഗെയിൻ അവിടെ for example, when it comes to a degree or a course, നമുക്കറിയാം ഇന്ന യൂണിവേഴ്സിറ്റി is good, this university is reputed. അല്ലെങ്കിൽ when it comes to such coaching, നമുക്ക് ഇപ്പോഴും ഒരു we don't have a foundation or a board guiding it. Like ഓരോ കോഴ്സ് ലൈഫ് കോച്ചിങ് ആണെങ്കിലും NLP ആണെങ്കിലും ഓരോ നോക്കിയാൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. പക്ഷെ ഇറ്റ് ഇസ് ഡെലിവേർഡ് ബൈ ഇൻഡിവിജ്വൽ പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ അവരുടെ ഒരു ഇന്റഗ്രിറ്റി ചോദിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലോട്ട് പോയ ആരെയും എനിക്ക് പേഴ്സണലി അറിയില്ല. ചില കോച്ചുകളെ ഞാൻ ഡയറക്റ്റ് മെസ്സേജ് അയച്ചു നോക്കി, നോ റിപ്ലൈ. ചിലരെ ഞാൻ മെസ്സേജ് അയച്ചു നോക്കി, ലൈക്ക് ആസ്കിങ് നിങ്ങൾ എവിടെ ചെയ്ത് അറ്റ്ലീസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ഫോളോ ദ ട്രാക്ക്. അവർ പോലും ഒരു ഇന്ന ആളെ നോക്കൂ, ഇന്ന ആളുടെ പേജിൽ നോക്കൂ, ഇന്ന ആൾക്ക് മെസ്സേജ് അയച്ചു നോക്കൂ എന്നുള്ളതല്ലാണ്ട് they never told me any track. So it was like clueless for me to begin or kind of it's all about നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയിൽ we are taking something for our growth. അപ്പൊ അത് ഐ ഡിഡ്ന്റ് വാണ്ട് ഇറ്റ് ടു ഗോ ഇൻ വെയിൻ സെൻസി. സോ അതുകൊണ്ട് ഇവർക്കൊന്നും തുടങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരേ ഒരാളുണ്ടാവുള്ളൂ, ഏതെങ്കിലും ഒരു കോച്ച് ഉണ്ടാവും, സ്വന്തം നമ്പർ പബ്ലിഷ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആരും തന്നെ നമ്പർ തരാൻ പോകില്ല. ഫോർ മീ പീപ്പിൾ ദേ കോൾ മീ ഡയറക്ട്ലി. സോ ഇനി എനിക്ക് കെയർഫുൾ ആയിരിക്കണം, ബിക്കോസ് ദ നമ്പർ ഓഫ് കോൾസ് ഐ എം വെരി കെയർഫുൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാത്ത ഒരു കോൾ ഇപ്പോൾ എടുക്കില്ല ഞാൻ. So anybody is calling me, I can see only the number, I just don't take. The register ചെയ്യാത്ത ഒരു കോൾ ഞാൻ എടുക്കില്ല. റിങ് ഉണ്ടാവും, പക്ഷെ ഞാൻ എടുക്കാറില്ല ഇപ്പോൾ. ഓക്കെ. സോ ഇൻ അതർ വേർഡ്സ് നിങ്ങൾ ഈ കോച്ചിങ് നിങ്ങൾ ചെയ്തിട്ടില്ല? Not yet. Okay. Don't you think that if you want to become a coach, you have to do some coaching? കുറച്ച് എക്സ്പീരിയൻസ് വേണ്ടേ? കോച്ച് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? ഏതാണ് ഇങ്ങനെ അങ്ങനെ ഒരു അക്കാഡമി ഉണ്ടോ? വേൾഡ് വൈഡ് ഏതെങ്കിലും അക്കാഡമി ഉണ്ടോ? അതായത് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ICF ഉണ്ട്. സോ ICFന്റെ കോച്ചിങ് അതും again it should be done by either a coach or an institute. ഇവിടെ ഇപ്പം ഇവിടെ ഉള്ള ഞാൻ ഏരിയയിലൊക്കെ ഞാൻ കുറെ അന്വേഷിച്ചു. either they charge you too high or like it's again done by somebody individual. സോ അവരെ എങ്ങനെ വിശ്വസിക്കുക എന്നുള്ളൊക്കെ ഒരു കുറെ പ്രശ്നങ്ങളാണ് എന്നെ ഇതിൽ വീണ്ടും ലൈക്ക് ഒരിടത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് ചാർജ് അറ്റ് ദിസ് മച്ച് ഓഫ് എമൗണ്ട്, വേറെ അടുത്ത് നോക്കുമ്പോൾ അതിന് വെരി മിനിമൽ ഓഫ് എമൗണ്ട് കാണിക്കുന്നു. അപ്പൊ ഇതിൽ ഏതാ ശരിക്കുമായിട്ട് നമ്മൾ വിശ്വസിച്ചെടുക്കേണ്ടേ? അങ്ങനെ ഒരു ഗൈഡൻസ് ഇല്ലാത്തൊരു വഴി സത്യം പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കുന്ന സമയത്താണ് സംവാട്ട് ഐ മെറ്റ് ത്രൂ നമ്മുടെ റിയാസ് സക്കീം സാറിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതും ജസ്റ്റ് ഔട്ട് ഓഫ് എ നോ ക്ലൂ. കാരണം ഇഫ് യു റിമെമ്പർ അത് ഇനീഷ്യലി തുടങ്ങിയ സമയത്ത് ഒരു അബ്സ്ട്രാക്ട് പോലും ഉണ്ടായിരുന്നില്ല ടു ലോഗിൻ ഓർ ടു സൈൻ ഇൻ ഓൺ ടു ദാറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ബിസ്മില്ലാഹിർ റഹ്മാൻ അല്ലെങ്കിൽ പടത്തോടെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി അതിൽ. ആൻഡ് ദാറ്റ് ഇസ് ലെഡ് ടു ദിസ് പോയിന്റ് റൈറ്റ് നൗ. സോ അന്ന് തുടങ്ങിയ സമയത്തും ഇങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ വാട്ട് ഐ ബിലീവ് ദിസ് ദർ ഇസ് സംതിങ് ട്രാക്കിംഗ് മീ ടുവേർഡ്സ് മൈ പർപ്പസ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അന്ന് നിൽക്കുന്നത്. സോ ആ ഒരു ക്ലാരിറ്റി ഇസ് വിച്ച് ഐ ആം ഹോപ്പിംഗ് ടു ഗെറ്റ്. Okay. Number one, let me move away from the coaching. What is second? I move with it. I'll come back to the coaching. Number one, NLP, neuro-linguistic programming, or if you take coaching, this does not have. It's a public domain.
ഇറ്റ്സ് എ പബ്ലിക് ഡൊമൈൻ. ഇപ്പം നാളെ ഞാൻ വന്നിട്ട് NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാലും NLP യു കോൺ ചാലഞ്ച് മീ. അതേപോലെ കോച്ചിങ്, ഞാൻ ഒരു കോച്ചാന്ന് പറയാൻ ആർക്കും തന്നെ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നിങ്ങൾ കൗൺസിലിംഗ്, സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുമ്പം അതിന് ഒരു ബോഡി ഉണ്ട്. യു വിത്ത് മീ? ഒരു ബോഡി ഉണ്ട്. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഗെറ്റ് സർട്ടിഫൈഡ്. അല്ല ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി എ ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റ് ആൻഡ് സോ ഫോർത്ത്. ഐ എം നോട്ട് ദാറ്റ് പേഴ്സൺ. ഓക്കെ, ഐ എം നോട്ട് ദാറ്റ് ആൻഡ് ഐ ഡോണ്ട് ഗോ ഇൻ ടു ദോസ് തിങ്സ് അറ്റ് ഓൾ. പക്ഷേ ഒരു കോച്ചാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലുണ്ട്. നമ്പർ 1, അത് കോച്ച് ആവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും കൂടെ ഒരു ലെസൺ. എന്നിട്ട് ഞാൻ കോച്ചിങ്ങിലേക്ക് വരാം, വീണ്ടും വന്ന് നിങ്ങളോട് സംസാരിക്കും. സോ ഇപ്പം ഞാൻ കോച്ചിങ് അല്ല ചെയ്യുന്നത്, ഐ എം ജസ്റ്റ് എഡ്യൂക്കേറ്റിംഗ് ആണ് ഇപ്പം ചെയ്യണത്. അപ്പം കോച്ച് ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ അറിയേണ്ട ഒരു കാര്യം, ലൈഫ് കോച്ച് എന്നുള്ള സംഭവം ഒരു യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു നീഷല്ല. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോഴും ജനിക്കണേക്കാളും മുമ്പും മരിച്ചതിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ ലൈഫിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. Am I right? ഇപ്പം ജനിക്കണ മുമ്പ് നിന്ന് എടുക്കാം. ജനിക്കണ മുമ്പ് തന്നെ ഡോക്ടർ, നമ്മൾ പോണത് ഒരു ഗൈനക്കോളജിസ്റ്റ്, അങ്ങനെയൊക്കെ അല്ലേ? അത് ലൈഫിൻ്റെ ഒരു ഭാഗമല്ലേ? നമ്മളെ അമ്മമാർ നമ്മളെ പ്രസവിക്കണ മുമ്പ് തന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുന്നു. സോ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. അവിടെ നിന്ന് തുടങ്ങേണ്ട ലൈഫ്. അപ്പോൾ നമ്മൾ ഈ ലൈഫ് കോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വേഗ്, ക്ലിയർ ഇല്ല. ലൈഫിൻ്റെ ഏതിനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണത്? നിങ്ങൾ ഒരു ഡെലിവറി ആണോ ഹെൽപ്പ് ചെയ്യണത്? അല്ലെങ്കിൽ ഒരു അഡോളസെൻ്റ്, അതായത് 10 വയസ്സിന് മേലുള്ള കുട്ടീനാണോ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണത്? അല്ലെങ്കിൽ ഒരു കുട്ടീനെ പെയിൻറ്റിങ് പഠിപ്പിക്കാനാണോ നിങ്ങൾ ചെയ്യണത്? ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? ഞാൻ ഇപ്പോൾ ഈ പഠിപ്പിക്കുന്നതും ഒരു ടീച്ചിങ്, അതും ലൈഫിൻ്റെ ഒരു ഭാഗമല്ലേ? ശരിയല്ലേ? ഹൂഎവർ യു ആർ. അപ്പോൾ ആദ്യം മനസ്സിലാക്കണം, ലൈഫ് കോച്ച് എന്നുള്ള ആദ്യം കോച്ചിങ് വന്ന കാലത്തുണ്ടായിരുന്ന ഒരു പേരാണ്, അത് ഇന്നും മാറിയിട്ടില്ല. നമ്മൾ ടൈം മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, തെറ്റായിട്ടുള്ള പദം നമുക്ക് എല്ലാവർക്കും അറിയാം. ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല, 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ പോലും ആ തെറ്റായിട്ടുള്ള പദമാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? അല്ലേ? അറിഞ്ഞുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ്, കാരണം അത് പറഞ്ഞാലേ മറ്റുള്ളവർക്ക് മനസ്സിലാവണം. അപ്പം നമ്മൾ ചെയ്യുന്ന ലൈഫ് കോച്ചിങ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വാട്ട് ഈസ് ദാറ്റ് യു ലവ് ഇൻ ദ ലൈഫ്? ലൈഫിൻ്റെ ആ ഒരു ജേർണി ഉണ്ടല്ലോ, അതിൽ ഏതൊരു ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഓക്കെ, എവിടെയാണ് കസ്റ്റമേഴ്സിനെ കിട്ടുക, ക്ലയൻസിനെ കിട്ടുക, അല്ലെങ്കിൽ സന്തോഷം കിട്ടുക, ഫുൾഫിൽമെൻറ്റ് കിട്ടുക, സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? ഏത് ഭാഗം? അതിന് സ്പെസിഫൈ ചെയ്തിട്ട് വേണം പറയാൻ. യോ വിത്ത് മീ? ഇപ്പൊ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ലീഡർഷിപ്പ്. അത് വിശ്വസിക്കണ്ടോ നിങ്ങൾ? ജീവിതത്തിന് ഒരു ചെറിയൊരു ഘടകമാണ് ലീഡർഷിപ്പ്. ഞാൻ അതിനെ മാത്രം ഫോക്കസ് ചെയ്യണം. ദാറ്റ്സ് വൈ ഐ കോൾ മൈസെൽഫ് ആസ് ലീഡർഷിപ്പ് എംപവർമെന്റ് കോച്ച് എന്നൊക്കെ പറയുന്നത്. വേറൊന്നും ഞാൻ തൊടാറില്ല. അപ്പോൾ ലൈഫ് കോച്ച് എന്നുള്ള മാറ്റിയിട്ട് ഐ വോണ്ട് യു ടു തിങ്ക് in a particular area in your life which you think would bring satisfaction to you. ഇപ്പോൾ മനസ്സിലായോ? See the whole picture. നമ്മൾ ഹോളിസ്റ്റിക് വേയിലെല്ലാം നോക്കുന്നത്, വി ആർ ലുക്കിംഗ് അറ്റ് ലേസർ ഫോക്കസ്ഡ് ആണ് നോക്കേണ്ടത്. സോ ലേസർ ഫോക്കസ് യുവർ സെൽഫ്. ഗോയിങ് ബാക്ക് ടു ദ കോച്ചിങ് സെഷൻ, വേർ ഡു യു ഫോൾ ഇൻ? ഏത് ഏരിയയാണ്? ലൈഫ് മാറിയിട്ട് ലൈഫിന് പകരം അവിടെ എന്തെങ്കിലും ഒരു വേറെ പദം യൂസ് ചെയ്യാം. ഇത് ഈ ഒരു ഏരിയയാണ് എനിക്ക് ശരിക്കും ടാപ്പ് ചെയ്യേണ്ടത്. വിച്ച് ഏരിയ ഇസ് ദാറ്റ്? I was always into പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സെൻസ്. ലൈക്ക് എനിക്ക് ആ ഒരു ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിക്കോസ് ഞാനും ഒരിക്കലും ഇതുപോലെ സംസാരിച്ചോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിയുമോ എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയ ഒരാളല്ലായിരുന്നു ആസ് എ സ്റ്റുഡന്റ്. Later on when I understood there are areas which I can mold, അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് which can make me a better person എന്ന് രീതിയിൽ റിയലൈസ് ചെയ്തപ്പോൾ I understood there is something called you can develop yourself. Like if you do something, practice slowly. So and especially being a student, because that is a time when it molds a person that you become. So that is an area, personality development, especially during school, like teenagers അല്ലെങ്കിൽ കുട്ടി ആയിരിക്കുന്ന സമയത്ത് I think that is important. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കോച്ച് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എവിടെ ആയിരിക്കും? വാട്ട് ഈസ് ദാറ്റ്? പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണോ? പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു പദം അതും ഒരു കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഇറ്റ്സ് മോർ ഓഫ് എ പേഴ്സണൽ ഡെവലപ്മെൻറ്റാണ്. യു വിത്ത് മീ? ഇറ്റ്സ് മോർ ഓഫ് എ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഏരിയയിലാണെങ്കിൽ നിങ്ങളെ ക്ലയൻറ്റ് ആയിരിക്കും? എത്ര പ്രായമുള്ള ക്ലയൻറ്റ് ആയിരിക്കും നിങ്ങളുടെ? Basically focusing on the students, but I think it should not be restricted to them, I guess. Okay, you must be very specific. It must be very specific. Tell me, whether it is student, whether it is non-student, what is that age group?
Youth, I would say, less than maybe 20 up to 20 years, like until they finish their education level. Okay, starting from? Starting from 12 years of age. ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ അവരെ നമ്മൾ യൂത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ടീൻ എന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല, നിങ്ങൾ പറയാം. Like teen എന്ന് പറയുമ്പോൾ it will only fall under 19 adolescents ആണ്. അപ്പോൾ I don't want to restrict even schooling കഴിഞ്ഞാലും കോളേജിലാണെങ്കിൽ പോലും, so it can get continued. Okay, so what's the maximum age you're giving? That is up to 20 or beyond 20? 24. 24. See, now you're changing. നിങ്ങൾ വാക്ക് മാറും കേട്ടോ. Youth 24. Now youth. ഇപ്പോൾ ഇതിൽ യൂത്ത് വരും. Otherwise youth won't come in this. Okay, so youth. യൂത്ത്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പദമാണോ ഈ കോച്ച് എന്നുള്ള പദം? ഇഷ്ടമാണോ? അല്ല, അതിപ്പോ ഞാൻ റീസെന്റ് സ്റ്റഡി ചെയ്ത് വന്നപ്പം എനിക്ക് കൂടുതലായിട്ട് ഇൻസ്റ്റാഗ്രാം എന്നൊരു വാക്കാണ് ഈ കോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഏതാ അപ്പോൾ സോ വാട്ട് യു വാണ്ട് ടു ബി ദെൻ? ടെൽ മീ. നമ്മൾ കരിയർ അല്ല ഇപ്പോൾ ഡിസൈൻ ചെയ്യണം ഇവിടെ. Yeah, we are designing your career. So what is that you want to be known as? Youth what? യൂത്തിന് എന്താ ചെയ്യണം നിങ്ങൾ? ഡെവലപ്മെന്റ്. ഓക്കെ ഓക്കെ, വേറെ എന്താണ്? മോർ ലൈക്ക് എ ഫെസിലിറ്റേറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു സെൻസി. ഓക്കെ ഓക്കെ, so you are like youth development facilitator. What is it? Is that right? Yeah, facilitator or coach. Yeah, what do you tell me? You tell me. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയാത്ത ഒരാളോട് നിങ്ങൾ സംസാരിക്കണത്. So you tell me. No, I feel like നമുക്കൊരിക്കലും നമ്മുടേതായിട്ടുള്ള ഒരു കരിയർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. There is some you have to know. അവിടെയാണ് എല്ലാവർക്കും വരുന്ന തെറ്റ്. എല്ലാവരും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ യു ആർ യുണീക്ക്. ആം ഐ റൈറ്റ്? നിങ്ങൾ യുണീക്ക്. ഇവിടെയുള്ള ഓരോരോ വ്യക്തിയും എന്നെ കേൾക്കുന്ന, നമ്മളെ ഈ കേൾക്കുന്ന എല്ലാവരും യുണീക്കാണ്. അപ്പോൾ നമ്മൾക്കായി ഒരു ടൈറ്റിൽ ഫിക്സ് ചെയ്യണം. നമുക്കൊരു ടൈറ്റിൽ, നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനിയിൽ ചിലപ്പം സ്റ്റെനോഗ്രാഫർ ആയിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ആയിരിക്കാം. പക്ഷെ നമുക്കായിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തുകൂടെ? അവിടെ ഓഫീസിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്റ്റെനോഗ്രാഫർ ആയിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം, ട്രെയിനർ ആയിരിക്കാം, പ്രിൻസിപ്പൾ ആയിരിക്കാം. അത് ആ ഡെസിഗ്നേഷനൊക്കെ അവർ തന്നതാണ് അല്ലേ? ആ അക്കാഡമി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനാണ് നമുക്ക് ആ ഒരു ഡെസിഗ്നേഷൻ തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് നമ്മളതായ സ്വന്തത്തിന് വേണ്ടി നമുക്കൊരു ഡെസിഗ്നേഷൻ കൊടുത്തുകൂടെ? ശരിയല്ലേ? യെസ് ഓ നോ? അപ്പോൾ ആ ഒരു ഡെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം അട്രാക്ഷൻ ആ ഭാഗത്തേക്കായിരിക്കും. We'll see that whether we are moving towards that. അതിനാണ് ഞാൻ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യണത്. You're with me? We'll do that first. Yes, yes. So what is that you would love to be called? Facilitator, trainer, or whether it is a coach, expert? എന്താണ്? What is that you like to be called? Trainer, sensei. Trainer. Yeah. Trainer. So it's youth development trainer, is that correct? അങ്ങനെ പറയുമ്പം യൂത്തിന്റെ എന്തിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ലല്ലോ സെൻസി. ദാറ്റ്സ് വാട്ട്. അപ്പോൾ എന്താണ് പറയാം? ഏത് ഏരിയ? പേഴ്സണൽ, ആസ് യു മെൻഷൻഡ്. ഓക്കെ, യൂത്ത് ട്രെയിനർ, യൂത്ത് പേഴ്സണൽ ട്രെയിനർ. അതൊരു സെൻസ് ഉണ്ടാക്കണില്ല അല്ലേ? പേഴ്സണൽ ട്രെയിനർ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വെക്കുന്ന ജിമ്മിൽ പോകാൻ വേണ്ടി. എക്സാക്ട്ലി കറക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. പേഴ്സണൽ ട്രെയിനർ പേഴ്സണൽ ട്രെയിനിങ് ആക്കി മാറ്റും. സോ വാട്ട് എൽസ്? അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് അതിൽ ഏത് ഏരിയ ആണ്? യൂത്തിൽ എന്ത് ഏരിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ്സ് മോർ ഓഫ് ദാറ്റ് എന്താ പറയാ, ബിഹേവിയറൽ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ സെൻസി. അതിന്റെ റിസൾട്ട് എന്താ? വാട്ട് വുഡ് ബി ദ റിസൾട്ട് ഓഫ് ദാറ്റ്? ബിഹേവിയർ ഒക്കെ ദാറ്റ്സ് ഫൈൻ. വാട്ട് വുഡ് ബി ദ റിസൾട്ട് ഓഫ് ദാറ്റ്? എൻഡ് റിസൾട്ട് എന്തായിരിക്കും? അവരെന്താണ് നിങ്ങൾ ചെയ്യണത്? It is like making them believe that they can do things. അതല്ലെങ്കിൽ what do you call that? ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ വെൻ ത്രൂ ചെയ്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫേസിൽ നിന്നാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റിലോട്ട് ഞാൻ എത്തുന്നത് തന്നെ. അതായത് അൺലെസ് ആൻഡ് അൺടിൽ വി റിയലൈസ് വാട്ട് ഈസ് അവർ പൊട്ടൻഷ്യൽ, അപ്പം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു റിയലൈസേഷൻ അവർക്ക് പറ്റാത്തിടത്തോളം, അൺലെസ് ആൻഡ് അൺടിൽ ദേ റീച്ച്, വി വിൽ നോട്ട് ബി ഏബിൾ ടു സെൻസ് ആസ് ഇൻ വാട്ട് എ പേഴ്സൺ ഐ ആം. അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിനെ നമ്മളിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ഒരു റിയലൈസ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ സംതിങ് ദാറ്റ് വി ക്യാൻ ഡു. നിങ്ങൾക്ക് വന്ന മാറ്റം എന്തായിരുന്നു?
നിങ്ങൾക്ക് വന്ന ഒരു മാറ്റം നിങ്ങൾ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. അത് ഏറ്റവും നല്ല കോച്ച്. അതിന് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. വാട്ട് ഇസ് ദാറ്റ്? വാട്ട് ഇസ് ദ ചേഞ്ച് ദാറ്റ് യു ബോട്ട് ഇൻ യുവർ ലൈഫ്? I became more bold, independent when I was able to അപ്പോൾ be independent. ആ ഒരു വാക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമോ? ഇൻഡിപെൻഡൻറ്റ്. ഇൻഡിപെൻഡൻസ് എ വെരി പവർഫുൾ വേർഡ്, ലെറ്റ് മി ടെൽ യു. Mhm. ഓക്കെ, ആ ഇൻഡിപെൻഡൻ്റ് പദം ഇവിടെ കൊടുക്കാൻ പറ്റുമോ? Youth, independent, അങ്ങനെയൊന്നും we can sense it. എനിക്കറിയില്ല, പറയ യു ഹാവ് ടു ഹെൽപ് മീ. Independent. അതിപ്പം നിങ്ങൾ യൂത്തിനോട് മാത്രമാണെങ്കിൽ മാത്രമേ ഇവിടെ യൂത്ത് എന്ന് എഴുതല്ലേ. അതർവൈസ് യു ക്യാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഓഫ് ആൻഡ് യു ക്യാൻ പുട്ട് സംതിങ് എൽസ് ലൈക്ക് ഇൻഡിപെൻഡൻറ്റ് കോച്ച് ഓർ സംതിങ്. ഐ ഡോണ്ട് നോ, ലെറ്റ്സ് വർക്ക് ഇറ്റ് ഔട്ട്. എനിക്കൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ അടുത്ത് അഡ്വൈസ് കിട്ടാനും പോകില്ല. ഐ എം ജസ്റ്റ് ചാലഞ്ചിങ് യു. Again, that is a vague sense. Independent coach എന്ന് പറയുമ്പോഴത്തേക്ക് it's like I am proclaiming myself that I am an independent coach. അങ്ങനെ ഒരു മീനിങ് ഇല്ലാത്തൊരു ഫീൽ വരും. പിന്നെന്താണ് വേറെ ഫീലിംഗ് എന്താ? I don't know. ഈ ഒരു ഏരിയ എല്ലാം ഫിക്സ് ആയിക്കൊണ്ടിരുന്നത് ആ ഒരു പേഴ്സണാലിറ്റി ട്രെയിനർ അല്ലെങ്കിൽ അങ്ങനത്തെ അവരെ നിങ്ങൾ എംപവർ ചെയ്യണ്ടോ? when it comes to personality development ആണോ സെൻസ്? അതെ അവരെ എംപവർ ചെയ്യണ്ടോ? അവർക്ക് എന്തൊക്കെ അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് ആ ഒരു പവർ, സെൽഫ് പവർ ഉണ്ടല്ലോ, തോട്ട് പൊട്ടൻഷ്യലൊക്കെ അത് ചെയ്യണ്ട. ഏതാണ് രണ്ട് ഞാൻ വാക്ക് പറയാം. ഒന്ന് എംപവർമെന്റ് ഉണ്ട്, ഒന്ന് ട്രാൻസ്ഫോം ഉണ്ട്. ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? വാട്ട് ഈസ് ദാറ്റ് യു ആർ ഡൂയിങ്? ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ഫൈനലാണ്. യു ഹാവ് ട്രാൻസ്ഫോംഡ് അല്ല. എംപവർ എന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് ആ ഇത് കൊടുത്തു. യു ആർ ഗിവിങ് ദം ദ കറേജ് ടു മൂവ് ഫോർവേഡ്. മറ്റതൊരു ചേഞ്ചാണ്. നമ്മൾ ഫൈനലാണ് പറഞ്ഞത്. വേർ ഡു യു തിങ്ക് നിങ്ങൾ ഇതിൽ പെടുന്നുണ്ടോ? നിങ്ങൾ യൂത്ത് അത് ചെയ്യണ്ടോ? Empowerment would be more of it. So now let's look at the three words together. What is it? എന്തായിരിക്കും? Yeah, I don't want it to restrict it to youth also sense. കണ്ടോ, ഇപ്പൊ മാറുന്നുണ്ട്. കണ്ടോ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വാക്ക് മാറി. വെരി ഗുഡ് അതാ ഞാൻ പറഞ്ഞത്. That's why. Why? Because ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഷേപ്പിംഗ് എന്റെ ലൈഫിൽ വന്നത് വാസ് ഡ്യൂറിംഗ് മൈ സ്കൂൾ ഏജസ്. But that doesn't mean that a person will change only during school and adolescence and teenage പ്രായത്തിൽ മാത്രമല്ല. Any time, whenever they want an empowerment, they can. Okay. So അപ്പൊ ഇത് ഒരു ഞാൻ ചോദിക്കട്ടെ, ഒരു 40 വയസ്സുള്ള ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെന്ന് വിചാരിക്കുക. Would you be able to help that person also? Yes, I will be able to. അപ്പൊ യൂത്ത് എന്നുള്ള മാറ്റിയിട്ട് അവിടെ നിങ്ങൾ അവരെ പേഴ്സണാലിറ്റിയിലല്ലേ നിങ്ങൾ ഡെവലപ്മെന്റ് ചെയ്യണത്, ഈ ഒരു എംപവർമെന്റ് കൊടുക്കുന്നത്. സോ ആ ഒരു റീപ്ലേസ് ചെയ്യാം. ആ ഒരു വാക്ക് യൂത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ പേഴ്സണാലിറ്റി ഓർ പേഴ്സണൽ വാട്ട് ഇറ്റ് ഈസ് അവിടെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ആ 3 വാക്കുകൾ എന്താണ്? പേഴ്സണാലിറ്റി എംപവർമെന്റ് ട്രെയിനർ. You said trainer or coach? Trainer എന്നാണ് പറഞ്ഞേ? Okay. Trainer. Okay. Now let's read that once again. Read that once again. പറഞ്ഞോളൂ. Personality empowerment trainer. How is it? പറഞ്ഞപ്പോൾ തന്നെ ഒരു ഉള്ളിലൊരു നല്ല ഫീലിംഗ് ഉണ്ട് എനിക്ക്. ഉറപ്പാണോ? 0 to 10 എത്ര ഉണ്ട്? പറഞ്ഞപ്പോൾ തന്നെ I'm like maybe I'm 11. You're 11? Yeah. Okay, ഞാൻ 10 വരെ തന്നിട്ടുള്ളൂ കേട്ടോ. Okay, are you happy with that part? Yes, Sensi. Okay, now that gives you a clear vision. എവിടെ എത്തിപ്പെടണം, ജീവിതത്തിൽ എവിടെ എത്തിപ്പെടണം എന്നുള്ള ഒരു ചെറിയ വിഷൻ, ക്ലാരിറ്റി തന്നിട്ടുണ്ടോ? ആ ഒരു ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ടോ? Truly, Sensi, yes. നമ്മൾ എല്ലാവർക്കും ഇനി കോച്ചിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് എല്ലാവരും കൂടെ ഇവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളോടും വളരെ യങ് ആയിട്ടുള്ള കുറേ കോച്ചസ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും കൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കോച്ച് അല്ലാത്ത വ്യക്തികളോടും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മളുടേതായ ഒരു ഡെസിഗ്നേഷൻ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിപ്പെട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാം, അവിടെയൊക്കെ നമുക്ക് വേറെ ഡെസിഗ്നേഷനും ടൈറ്റിൽസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ വേറെ കാര്യം. പക്ഷെ നമ്മളുടേതായ ഒരു ഡെസിഗ്നേഷൻ നമ്മൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുള്ളൂ. Until otherwise you don't have your own designation, you won't be able to reach the destination that you have set for yourself. As simple as that. ഞാനിപ്പം ഈ ഒരു സെഷനിൽ ഞാൻ എടുക്കുന്നത്
നമ്മൾ എൻ്റെ ക്ലയൻറ്റ് പേര് എനിക്കറിയില്ല, സ്ഥലം അറിയില്ല, നാടൊന്നും എനിക്കറിയില്ല. അവർ പറഞ്ഞ് കരിയറിൽ ഒരു ഗ്രോത്ത് വേണം, അതേ സമയത്ത് പേർപ്പസിലും വേണം. അപ്പോൾ നമ്മൾ അത് പേർപ്പസിലും കരിയറിലൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിയേണ്ടത് ആ വ്യക്തി ആരാന്നുള്ള, അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇപ്പം ചെയ്തത്, ഇതുവരെ നമ്മൾ ചെയ്തത്. അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ആർ യു ഹാപ്പി വിത്ത് what was it? Personality empowerment trainer. Am I right? Yes, Sensi. Is that correct? Are you married? No, Sensi. No. Just imagine that you're married. Okay? Okay. If it's something that positive, and then you think that you have your kids and your very close friends, and then you have your relatives all there watching you getting onto the stage when they announced your name. നിങ്ങളുടെ പേര് അനൗൺസ് ചെയ്തതിന് ശേഷം, ആ പേര് പറഞ്ഞ ശേഷം they said personality empowerment training. How would you feel? ആ സ്റ്റേജിൽ അപ്പോൾ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങൾ ആ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരു അവാർഡ് കിട്ടുകയാണ്. അവിടെ അതിൻ്റെ പേരിൻ്റെ ഒപ്പം പറഞ്ഞ ടൈറ്റിൽ ഇതാണ്, പേഴ്സണാലിറ്റി എംപവർമെൻറ്റ് ട്രെയിനർ എന്നുള്ളത്. ഹൗ വുഡ് യു ഫീൽ? 0 to 10. Life 10 on 10, Sensi. 10 on 10. ലൈഫിന്റെ പേർപ്പസിൽ ലീവ് ചെയ്യുന്നു എന്നുള്ളൊരു അടയാളമായിട്ട് ഐ വുഡ് കൺസിഡർ ദാറ്റ്. Wow. And just imagine, എന്തായിരിക്കും നിങ്ങളെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും അവരെ മനസ്സിൽ എന്തായിരിക്കും 0 to 10 ആണെങ്കിൽ? All happy. 10 All on happy. 10. And this was, in fact, Sensi ചോദിച്ച ഈ ഒരു രംഗം was something that I have been visualizing. Like when I close my eyes, I can see spotlight on my face, me standing there on stage. But that is the only thing that I visualize. If I close my eyes at any time since my schooling, I was into public speaking, stage. That was my forte. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഏരിയ ആയിരുന്നു. So from then I know that is something that I want to reach. പക്ഷേ എവിടെ എങ്ങനെ was like all unclear to me. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയെന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മുമ്പോട്ട് പോകില്ല. പക്ഷെ ഞാൻ നിങ്ങളെ ഹൗ ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. ഞാൻ എന്താ ചോദിച്ചത്? വൈ എന്നാണ് ചോദിച്ചത്. ഞാൻ ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങളോട് ചോദിച്ചത് വൈ ഡു യു വോണ്ട് ടു ബിക്കം എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഇസ് ദാറ്റ് റൈറ്റ്? ഒരിക്കലും ഹൗ ചോദിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല ഹൗ ക്യാൻ യു ബിക്കം എ ട്രെയിനർ ഫെസിലിറ്റി, അന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. ഐ ഫസ്റ്റ് സെറ്റിൽ ഡൗൺ വിത്ത് യുവർ വൈ, യുവർ പർപ്പസ്. You got it? Okay. Yes. Now, tell me how. How can you reach that? But നമ്മൾ അത് സെറ്റ് ചെയ്ത് how can you reach that? Definitely certifications is one that is required for this. Okay. ഞാൻ മനസ്സിലാക്കുന്നു. Okay. Because we need some solid base foundational ആയിട്ടുള്ള, because even though experience wise നമ്മൾ അല്ലെങ്കിൽ എന്താ സ്റ്റേജ് ഫിയറും എങ്ങനെ ടാക്കിൾ ചെയ്യണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കുറച്ച് സോഫ്റ്റ് സ്കിൽസ് കയ്യിലുണ്ടെങ്കിൽ പോലും when it comes to, if I have to say I am a personality empowerment trainer or a coach, കുറച്ച് എഡ്യൂക്കേഷണൽ വൈസ് അല്ലെങ്കിൽ കുറച്ച് ട്രെയിനിങ്സും അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് വേണമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന സെൻസ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദാറ്റ് ആക്ച്വലി. പക്ഷെ ഒരിടത്തും ആ ഒരു ട്രെയിനിങ് എന്ന രീതിയിൽ ഏതാ എടുക്കേണ്ടത്, whom to choose, whom to trust എന്ന രീതിക്ക് I was not able to figure out. Okay. Great. Did you find any 2 or 3 organizations? കണ്ടുവച്ചിട്ടുണ്ടോ? കോച്ചിങ് ആണെങ്കിൽ for sure it would go beyond lakhs, ലക്ഷങ്ങളുടെ മേലെ പോകും if you want to become a coach. I'm sure about it. Especially നിങ്ങൾ പറഞ്ഞ ICF ഒക്കെ. ഞാൻ ICF കോച്ച് അല്ല കേട്ടോ. ICF കോച്ച് ആവണമെന്നില്ല. അത് തെറ്റിദ്ധാരണയും വേണ്ട. ICF കോച്ച്, എൻ്റെ ടീച്ചേഴ്സ് ആരും ICF കോച്ചസ് അല്ല. പക്ഷെ അവർ വേൾഡിൽ അറിയപ്പെടുന്ന കോച്ചസാണ്. ഇപ്പോൾ ആദ്യമായിട്ട് കോച്ചിങ് എന്നുള്ള ആ ഒരു സിസ്റ്റം വേൾഡിൽ അറിയപ്പെട്ടത് ടോണി റോബിൻസിൽ കൂടെ. അന്ന് ICF ഒന്നുമില്ല. എൻ്റെ ടീച്ചേഴ്സായിട്ട് 2 ആൾക്കാർ, ജോൺ സി മാക്സ്വെൽ, അതായത് ലീഡർഷിപ്പിലായിട്ട് നമ്പർ 1 കോച്ചാണ്, ട്രെയിനറാണ്, ഫെസിലിറ്റേറ്ററാണ്. അദ്ദേഹത്തിന് ICF ഒന്നുമില്ല. അവർക്കൊക്കെ ICF അങ്ങോട്ടാണ് റെസ്പെക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ലെസ് ബ്രൗൺ, എൻ്റെ അടുത്ത ടീച്ചർ, അവർക്കും ICF കോച്ച് സർട്ടിഫിക്കേഷൻ ഒന്നുമില്ല. യു ഗോട്ട് മീ? ലെസ് ബ്രൗൺ ജോൺ മാക്സ്വെല്ലിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇൻസ്ട്രക്ടേഴ്സ് എല്ലാവരും ICF കോച്ചസ് ആയിരുന്നു. പക്ഷെ അവരെല്ലാവരും അത് വിടുകയാണ് ചെയ്തത്. കാരണം അതിന് കുറേ ലിമിറ്റേഷൻസ് ഉള്ള കാരണം. സോ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് ICF സർട്ടിഫിക്കേഷൻ വേണമെന്ന് നിർബന്ധമില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ദിസ് ഇസ് ഔട്ട് ഓഫ് ദ കോച്ചിങ് പാർട്ട്. ICF സർട്ടിഫിക്കറ്റ് എപ്പോഴും വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരു ജോബിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ചോദ്യം, നിങ്ങൾ ജോബിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അങ്ങനത്തെ കരിയർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് ഒരു കരിയർ സ്റ്റാർട്ട്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ICFൻ്റെ ആവശ്യമില്ല.
നിങ്ങളൊരു ജോബിൽ കയറിയിട്ട് അവിടെ കോച്ച് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പം ചോദിച്ചെന്ന് വരും, ഡു യു ഹാവ് എൻ ICF സർട്ടിഫിക്കേഷൻ? ക്ലിയർ ആയത്? അവർ വൺ ക്ലിയർ ആ? Yes, Sensei. നിങ്ങൾ സ്വന്തം ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് വേണം, ഒരു സർട്ടിഫിക്കറ്റ് വേണം, അത് നിർബന്ധമായിട്ട് വേണം. അതെന്താണെന്നറിയോ? അതിനെയാണ് ടെസ്റ്റിമോണിയൽ എന്ന് പറയും. ഒരു വ്യക്തിയും ഇന്നേ വരെ എൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് ആരും ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ കോർപ്പറേറ്റിലല്ല വർക്ക് ചെയ്യാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് ആരും ചോദിച്ചിട്ടില്ല. എല്ലാവരും ചോദിക്കുന്ന റിസൾട്ട്സ് ആയിരിക്കും. ആർക്കൊക്കെ റിസൾട്ട് വന്ന ബേസിലാണ് എനിക്ക് ഹൈ എൻഡ് ക്ലയൻസ് ഒക്കെ കിട്ടുന്നത്. യു ആർ വിത്ത് മീ? Yes, Sensei. So if you can produce results and if you can get social proof, what is called as testimonials, that's a bigger certification. Okay. You are with me? So I won't recommend you to go for highly expensive, excuse me, ഇന്നത് ശരിക്കും മുതലാക്കേണ്ട ആൾക്കാർ എക്സ്പെൻസീവ് ആയിട്ടുള്ള 2 ലക്ഷം ഒക്കെ ഉണ്ട്. ഒരു കോച്ചാവണ 2 ലക്ഷം ഒക്കെ ഉണ്ട്. സോ അതിലൊന്നും പോയിട്ട് വെറുതെ പൈസ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. You ask yourself, റിസൾട്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. What is a coaching technique that you can learn? And then practice that many times and then you become an expert. Is that possible for you? Okay. Yes, Sensei. Okay, you have to look for the way. Okay, you have to look for the way which can help you to become. ഞാൻ പറഞ്ഞു കോച്ചിങ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇയാൾ ബിസിനസ്സും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ് പാർട്ട്. അതും നമുക്ക് മാറ്റി നിർത്താം. Okay, so what would be your first step to do? കുറച്ച് ഫ്രെയിംവർക്ക്സ് പോലെ ഐ ഷുഡ് ബിൽഡ് ഓൺ മൈ കണ്ടന്റ്, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇപ്പോൾ ബേസ്ഡ് ഓൺ വാട്ട് സെൻസി സെഡ് എന്റേതായിട്ടൊരു കോഴ്സ് അല്ലെങ്കിൽ എന്നിൽ ഫസ്റ്റ് ഹാവ് ടു ലിസ്റ്റ് ഡൗൺ വാട്ട് ഐ ആം ഗുഡ് അറ്റ്, എന്നെ കൊണ്ട് വാട്ട് ഇസ് ദെയർ ഇൻ മീ, അതിൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാവുന്ന രീതിയിൽ സം റെഫറൻസസും കാര്യങ്ങൾ എടുക്കുക. ദാറ്റ് വിൽ ബി ലൈക്ക് ഇന്റേണൽ ഹോം വർക്ക് വാട്ട് ഐ ഷുഡ് ബി ഡൂയിങ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് സം കോഴ്സസ് ലൈക്ക് ട്രെയിനിങ് റിലേറ്റഡ് കുറച്ചൊരു സ്പെസിഫിക് ആയിട്ടുള്ള niche related ആയിട്ടുള്ള രീതിക്ക് I have to start for wearing some courses, some training courses. അങ്ങനെയാണ്. Give me the list of 3 courses that you think that you should be doing. 3 കോഴ്സ് നിങ്ങൾ ചെയ്യേണ്ട കോഴ്സുകൾ. ഇപ്പോൾ നിങ്ങളുടെ നീഷ് കറക്റ്റായി, അപ്പോൾ ആ ഒരു അതിൽ ഡെവലപ്പ്, അതിലൊരു എക്സ്പേർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള 3 കോഴ്സുകൾ ഏതാണ് നിങ്ങൾ തോന്നുന്നു ചെയ്യണം എന്നുള്ളത്? എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ല സെൻസി, ബിക്കോസ് വെൻ ഏർലിയർ ഐ വാസ് ഡൂയിങ് മൈ MBA ആ ഒരു ടൈമിൽ ഹാർവേർഡിന്റെ കുറച്ച് സർട്ടിഫിക്കേഷൻ കോഴ്സസുകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ നോക്കിയ സമയത്ത് ഐ വാസ് ഏബിൾ ടു ഫൈൻഡ്. അപ്പോ അങ്ങനെയുള്ള ഐ ഷുഡ് വർക്ക് മോർ ഓൺ ദാറ്റ് സെൻസി, കുറച്ച് സംവെയർ മോർ ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ആ ഒരു ലീഡർഷിപ്പ് എംപവർമെന്റ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ഐ ഷുഡ് ഫൈൻഡ് ഓൺ ദ കോഴ്സസ് അവൈലബിൾ. Okay, so you're looking for external universities or internal universities? Which one are you looking for? എക്സ്റ്റേണൽ ഇന്റേണൽ എന്ന് പറയുമ്പോൾ അബ്രോഡ് അങ്ങനെയാണോ? അതാ ഞാൻ ചോദിച്ചത്. സംതിങ് ദാറ്റ് വുഡ് മേക്ക് ഇറ്റ്, എനിക്ക് റിസൾട്ട്സ് കുറച്ചുകൂടി ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത് എവിടെയാണോ ഐ വുഡ് ഫോക്കസ് ഓൺ ദാറ്റ് സെൻസി. Okay, right, good for you. കാരണം ഓരോരുത്തരും ഡിഫറെൻറ്റ് അപ്രോച്ച് ആയിരിക്കും. ചിലർ വിചാരിക്കില്ല ഞാൻ നല്ലൊരു അക്കാഡമി നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിക്കും. ചിലർ പറയും നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ഒരു സക്സസ്ഫുൾ ആളാവുമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഗ്രാമത്തിൽ നിന്ന് പഠിച്ചു വരുന്ന ആൾക്കാരും നന്നായി സക്സസ്ഫുൾ ആവില്ലേ? Do you agree? I'm not saying that you're right or you're wrong. ഞാൻ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ always focus on the result. It's not about where you get the certification from. എവിടുന്നാണ് സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് നല്ലതാണ്. ഓക്കെ, യു ഹാവ് ടു ഗെറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്നാണ് പറയില്ലേ. അതിനുവേണ്ടി ഞാൻ പോലൊക്കെ ടോപ്പ് ഇൻസ്ട്രക്ടേഴ്സിന് എത്തുന്ന ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഹവെവർ അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ സംടൈംസ് ഇറ്റ് മേ ടേക്ക് ലോട്ട് ഓഫ് ഏജസ് ഓഫ് യോഴ്സ്. ശരിയല്ലേ? ഒരുപാട് ടൈം എടുക്കുക. അപ്പോൾ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു? ഇസ് ഇറ്റ് ദ പെർഫെക്ഷൻ? എവിടെ നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് മാറുന്നുണ്ടോ? ആർ യു പെർഫെക്ഷനിസ്റ്റ്? ചെറുതായിട്ടല്ല, നന്നായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് നിങ്ങളൊരു പെർഫെക്ഷൻ്റെ ആളാണ്. ആ പെർഫെക്ഷൻ്റെ ആള് ഇറ്റ് വിൽ ഡിലേ യു. അത് ഞാൻ കാണുന്നുണ്ട്. So don't go for that. Don't go for perfectionism or don't be a perfectionist. Rather than that, you ask yourself, how fast can I start? How fast can I make a lot of mistakes? അതല്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് അതിലേക്ക് ആ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ you have to put your first step. Am I right? Yes, sensei. So what would you do now? Tell me. First
I should maybe focus more on to a social media platform wherein ഞാനിപ്പോ ഈ പഠിക്കുന്ന അല്ലെങ്കിൽ ആർജിക്കുന്ന ആ same information by the time I'm learning I can put that into small videos kind of a thing so Okay. that I can spread it out എന്ന രീതിയിൽ that will be my initial focus Beautiful. When can you start that? at the immediate. What do you mean by immediate? ഇന്ന് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പേജസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഇന്ന് ചെയ്യും. എത്ര മണിക്ക് ചെയ്യും? Right now, today by UAE time 10. Before 10, I'll make it done. Beautiful. And what would be the next step? Next step from tomorrow onwards, I already have a diary for my growth. അതല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു diary I'll maintain. Note down ചെയ്യും പോയിന്റ്സും ടേംസ് ഏതൊക്കെയാന്നുള്ളതും where should I get all the information എന്നുള്ളത് specific to this journey of mine. I'll keep a diary. Okay. A journal And who are you? Who are you? I'm a personality empowerment trainer. Beautiful. Are you happy? Yes, Sensi. Did this give you some sort of clarity? Yes, Sensi. Did it show you that there is a light at the end of the tunnel? അവിടെ ഒരു വെളിച്ചമുണ്ടെന്ന് കാണിച്ചു തന്നോ? ഞാനൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. I just asked you questions. I just challenged you. Everything came from you. ഞാൻ 2 പ്രാവശ്യം മാത്രം ഡേവിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇത് പറഞ്ഞിട്ടുള്ള otherwise I didn't give you any sort of clue. Do you agree to that? Everything that you're saying is from you, 100%. Do you agree? Yes, Sensi. Yes, Sensi. 100% you are ready to take the challenge and move forward in your life, to become a champion, yes, to change your life and then change the lives of hundreds and thousands of people who are waiting anxiously for you, who are going through the pain. Yes, Sensi. Very much. If you bring one change in one person, you are creating a legacy. Do you agree? ഒരു വ്യക്തിയിൽ ഒരു ചേഞ്ച് കൊണ്ടു വന്നാൽ അവരുടെ ഫാമിലിനെ നിങ്ങൾ മാറ്റണം. ആ ഫാമിലി മാറ്റിക്കഴിഞ്ഞാൽ ആ സൊസൈറ്റീനെ നിങ്ങൾ മാറ്റുന്നത്, ആ തലമുറയെ നിങ്ങൾ മാറ്റുന്നത്. ഒരു വ്യക്തിനെ മാത്രം മാറ്റിയാൽ മതി. Happy? Yes, Sensi. Very much. Thank you so much, Sensi. Thank you. Thank you very much. Right, let's move on to the next caller.